അവതാരത്തിന് ശേഷം ഒരു പുതിയ തീരുമാനം എടുക്കുകയാണ്, ഇനി എൻ്റെ കഥ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യും, ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു കടുത്ത തീരുമാനത്തിൽ എടുക്കുന്നത് 2 പടം ഡയറക്റ്റ് ചെയ്യുന്നത്. എന്താണ് അങ്ങനെ തീരുമാനം എടുക്കുക കാരണം തരുന്നത്? ഇല്ല, അങ്ങനെ കടുത്ത തീരുമാനമൊന്നുമല്ല അത്. ഞാൻ അവതാരം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു, ഇനിയിപ്പോൾ ഒരു മനസ്സിൽ ഏറ്റവും വലിയ ഡ്രീം അതായിരുന്നു, ഡയറക്ടർ എന്ന് തന്നെയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കെട്ടിയാടിയ വേഷങ്ങളായിരുന്നു ഫിലിം റെപ്രസെൻറ്റേറ്റീവ് മുതൽ പ്രൊഡ്യൂസർ വരെ ഉള്ളത്. എല്ലാത്തിൻ്റെയും ടാർഗറ്റ് ഡയറക്ടർ തന്നെയായിരുന്നു, ഡയറക്ഷൻ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കലേ, എന്നിട്ടും എനിക്കതിനുള്ള ധൈര്യമോ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞാൻ പി സുകുമാരനായിട്ട് ഒരു പ്രോജക്റ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷമായത്, അത് വർഷങ്ങൾ നീണ്ടുപോയതാണ്. ആ സബ്ജക്റ്റ് പലപ്പോഴായിട്ട് സുഖേട്ടന് എന്നേക്കാൾ മടിയനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇതിങ്ങനെ നീണ്ടു പോകുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് എൻ്റെ അടുത്ത് രാംകുമാർ, പണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ശ്രീധർ തിയേറ്ററിൽ ഉണ്ടായിരുന്ന മാനേജർ, പിന്നെ നമ്മൾ ഇന്ദ്രിയത്തിൻ്റെ സംഭവങ്ങളൊക്കെ രൂപപ്പെടുത്തിയത് പുള്ളി രാംകുമാറേട്ടനെ കൂടി ചേർന്നതാണ്. അപ്പോൾ രാംകുമാറേട്ടൻ്റെ ഒരു സുഹൃത്ത് കുര്യൻ ചേട്ടൻ സിനിമ ചെയ്യാൻ വന്നു. അപ്പോൾ ഇങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ഈ കഥ പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുള്ളി പറഞ്ഞ്, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്ടറായിട്ട് ആര് വെക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പി സുകുമാറിനോടാണ് ഞാൻ ഇതിൻ്റെ കഥ മുമ്പ് പറഞ്ഞേക്കണത്, പക്ഷെ വേറെ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ പുള്ളിനെ കൊണ്ട് സുകുമാർ ക്യാമറമാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് എത്ര കൊടുക്കണം, അപ്പോൾ അയാൾക്ക് ഇത്രയും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തനിക്ക് സംവിധാനിച്ചു തനിക്കങ്ങനെ സംവിധാനിച്ചു തുടങ്ങി വെച്ച്. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയി. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഡയറക്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഡയറക്ഷനാണ്. എന്നാൽ പിന്നെ താൻ തന്നെ ഡയറക്റ്റ് ചെയ്തോ, ഞാൻ വലിയ പൈസ ഒന്നും തരില്ല, ഫസ്റ്റ് പടമല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്കത് ആലോചിക്കാം എന്നിട്ട്, എന്നാൽ പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്യും അതുകൊണ്ട്. അങ്ങനെ ഞാനപ്പോൾ സ്ഥിരം ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ, ഗോവയിൽ ഫിലിം ഫെസ്റ്റിവലിന് പോകുമ്പോൾ സ്ഥിരം കാണുന്നൊരു സുഹൃത്തും എപ്പോഴും കൂടെ ഇത് ചെയ്യുന്ന ആളാണ് ഹരി നായർ എന്ന് പറഞ്ഞിട്ട് ക്യാമറമാൻ. അപ്പോൾ ഹരിയേട്ടനോട് ഞാനിത് സംഭവം പറഞ്ഞ് ഹരിയേട്ടൻ ഈ സബ്ജക്റ്റ് അറിയാം. അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു, നമുക്ക് ചെയ്യാടാ എന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനിക്കുന്നു. ഗോവയാണ് മെയിൻ ലൊക്കേഷൻ. ആ പടമാണ് അങ്ങനെ. അപ്പോൾ ഗോവയാണ് മെയിൻ ലൊക്കേഷൻ. അപ്പോൾ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോകാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പുള്ളി അഡ്വാൻസ് തരുന്നു. ഞാനും രാംകുമാറും എൻ്റെ 2 അസിസ്റ്റൻസും കൊണ്ട് ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ പോകുന്നു. ഹരിയേട്ടൻ അവിടെ പിക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് ലൊക്കേഷനൊക്കെ ഫിക്സ് ചെയ്യുന്നു, പോരുന്നു. ഇവിടെ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഞാൻ എഴുത്തിലേക്ക് കിടക്കുന്നു. ഏകദേശം എഴുതി ഈ ഫൈനൽ കാര്യങ്ങളൊക്കെ ആകുന്നു. ഒരു ദിവസം കേൾക്കുന്നു കുര്യൻ ചേട്ടൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഞാനും രാംകുമാറും കൂടിയും പോകാൻ വേണ്ടി തീരുമാനിക്കുന്നപ്പോൾ പിറ്റേ ദിവസം പുള്ളി രാവിലെ മരിച്ചു. അങ്ങനെ ഫസ്റ്റ് പ്രൊഡ്യൂസർ ഇതായിപ്പോയി. അപ്പോൾ ഭയങ്കര ഫീലായി ഞങ്ങൾക്ക്. അപ്പോൾ പിന്നെ ആലോചിച്ച് അത് നടക്കില്ല, കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് പോയത്. അപ്പോൾ പിന്നെ എന്തായാലും പോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ അത് സ്ക്രിപ്റ്റ് എഴുതി തീർത്തല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ദുബായിൽ ഒരു ദിവസം ഒരു കാര്യത്തിന് പോയിട്ട് വന്ന വഴിക്ക് അവിടെ വെച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്തിനായിട്ട് ഞങ്ങളൊരാളെ കാണാൻ പോയതാണ്. അപ്പോൾ അവൻ ബിനു സെബാസ്റ്റ്യൻ എന്ന് പറയും. ബിനു ബോസ്റ്റണിലാണ്, ഹൂസ്റ്റണിലാണ് പുള്ളി, മറ്റേ അമേരിക്കയിൽ. അപ്പോൾ അവൻ ദുബായിൽ വന്നു. അപ്പോൾ ഞാനും അവനും കൂടി വേറൊരാളെ കാണാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ പാർക്കിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് നീ എന്തായാലും മറ്റേ പടം ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ചെറിയൊരു സംഭവം സംഭവിച്ചു അത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ കഥ അവൻ പറഞ്ഞ എന്താ ഇങ്ങനത്തെ കഥ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ അവിടെ ഇരുന്ന് ഈ കഥ പറയുന്നു. അയാൾ ജീവിച്ചിരിപ്പിൻ്റെ കഥ പറയുമ്പോൾ അവൻ പറഞ്ഞു, കഴിഞ്ഞിട്ട് എന്നാണ് ഇങ്ങനെ കൈക്കേറി പിടിച്ചത്, ഇത് എൻ്റെ കഥയാണ്. അവൻ്റെ അവൻ ഈ അമേരിക്കയിൽ ഭാഷ ഒന്നും അറിയാൻ പാടില്ലാണ്ട് അമേരിക്കയിൽ ചെന്നിട്ട് സംഭവിച്ചു പോയ സാധനം തന്നെ ഫീൽ ചെയ്തു. എടാ ഇത് നമുക്ക് ചെയ്യാടാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എടാ വേണോ, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കഥ പുള്ളിയുടെ വേറൊരു സുഹൃത്ത് എൽദോ ഞങ്ങളുടെ സുഹൃത്താണ്, എൽദോനോട് പറയണു. അപ്പോൾ എൽദോ എന്നെ വിളിക്കുന്നു, ചേട്ടാ അത് എൻ്റെ കഥ തന്നെയാണ്, ഞാൻ പണ്ട് ദുബായി പോയപ്പോൾ മലയാളം അല്ലാണ്ട് വേറൊരു ലാംഗ്വേജ് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഈ കണക്റ്റ് ആകുന്നുണ്ട് കഥ. അപ്പോൾ എൽദോ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു എൽദോ വേണ്ട, എൽദോ ഈ 2 രൂപയെങ്കിലും ഒരു 1.5 രൂപ 2 രൂപ ബഡ്ജറ്റാവും, വെറുതെ നമ്മൾ ആ റിസ്ക് എടുക്കണ്ടല്ലോ, സുഹൃത്താണല്ലോ. അപ്പോൾ നമ്മൾ അത് വേണ്ട, ആരെങ്കിലും ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്യില്ലെങ്കിൽ തന്നെ വേറെ ആരെങ്കിലും ചെയ്യുമെന്ന് പറയും. അപ്പോൾ എൽദോ ഉദയനെ വിളിച്ചിട്ട് എൽദോ പറഞ്ഞു, പാസഞ്ചറിനോട് ഞാൻ ചെയ്യാമെന്ന് പറയാം, പാസഞ്ചറിന് എന്നെ വിശ്വാസമില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ഉദയൻ എന്നെ വിളിച്ചു പറഞ്ഞാൽ എൽദോ ചെയ്യട്ടെ, എന്തിനാണ് വ്യാസന് ഇത്ര ടെൻഷൻ? ഞാൻ പറഞ്ഞതല്ല, സാമ്പത്തികമൊക്കെ എന്തെങ്കിലും പൈസ കിട്ടുമെന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടല്ലോ സിനിമ ചെയ്യണത്. അല്ല, എൽദോ റെഡിയാണ്, എൽദോക്ക് ആ സിനിമ ചെയ്യണമെന്നാണ്. അങ്ങനെയാണ് എൽദോ പ്രൊഡ്യൂസറായിട്ട് വരുന്നതും ആ സിനിമ തുടങ്ങുന്നതും. അത് നല്ല അഭിപ്രായവും സംഭവങ്ങളൊക്കെ ഉണ്ടായ സിനിമയാണ്. മണികണ്ഠന ആ സമയത്താണ് മണികണ്ഠൻ്റെ രാജീവ് രവിയുടെ പടം റിലീസ് ചെയ്ത് മണികണ്ഠനെ പോലൊരു ആർട്ടിസ്റ്റ് നമ്മൾ അവിടെ വെച്ചിട്ട് കണ്ടെത്തുന്നത്. പിന്നെ വിജയ് വന്നതിനെയും വെച്ചിട്ട് ആ സിനിമ മെയിൻ ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഗോവയിൽ ഞങ്ങൾ വളരെ കുറച്ച് ഷൂട്ട് ചെയ്തുള്ളെങ്കിലും സിനിമയിൽ മൊത്തം ഗോവയാണ് ഉള്ളത്. കുറച്ചുകൂടെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റ് കുറച്ചുകൂടെ ഒരു മാർക്കറ്റിംഗ് നടക്കത്തില്ലായിരുന്നു. അങ്ങനെയല്ല, അത് നമ്മൾ വിചാരിക്കണ പല നടന്മാരും അപ്രോച്ച് ചെയ്തായിരുന്നു ആ സമയത്ത്. ഇല്ല, ഞങ്ങളങ്ങനെ വേറെ ആൾക്കാരെ അപ്രോച്ച് ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കയ്യിലൊതുങ്ങി നിൽക്കുന്ന ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ചെറിയ ബഡ്ജറ്റിൽ സിനിമ തീർക്കാമെന്നായിരുന്നു. അങ്ങനെ തീർത്തപ്പോഴും അതുകൊണ്ട് അതിന് ആ പടത്തിന് ബഡ്ജറ്റ് പ്രശ്നമാണ്. കാരണം നമ്മൾ വലിയ ആർട്ടിസ്റ്റിൽ പോകേണ്ടിരുന്ന, കാരണം വലിയ ബഡ്ജറ്റിൽ എടുക്കാവുന്ന പറ്റിയ സിനിമയല്ല. കാരണം അത് നല്ല സിനിമയാണ്, പക്ഷെ അതൊരു സക്സസ് സിനിമ ആയിരിക്കുമെന്ന് നമ്മൾക്കൊരു ഗ്യാരണ്ടി ഇല്ല. പല ജീവിതമായിട്ട് കണക്ട് ആവുമ്പോഴേ അല്ല, അതിനകത്ത് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റാണ് പ്രശ്നം. അതിനകത്ത് ഇപ്പോൾ വിജയ് ബാബു ചെയ്ത ക്യാരക്ടർ ചിലപ്പോൾ വേറൊരു നടനാണ് ചെയ്തിരുന്നെങ്കിൽ അന്നൊക്കെ പറയാൻ പറ്റില്ല നമുക്ക്. പിന്നെ മണികണ്ഠൻ അന്ന് താരതമ്യേന പുതിയ ആളാണ്. അപ്പം അതല്ല, പക്ഷേ ഇവർ രണ്ടുപേരും ഗംഭീരമായിട്ട് അഭിനയിച്ചോളൂ. വിജയ് ബാബുവിൻ്റെ ലൈഫ് ടൈം ഉഗ്രം വേഷമാണ് അത്. മണികണ്ഠൻ്റെ എക്കാലത്തെയും മികച്ച വേഷം. മണികണ്ഠന് പഞ്ചാബ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയ പടമാണ്. അത് പേട്ട എന്ന് പറഞ്ഞ പടം ഷൂട്ട് എടുക്കുന്ന സമയത്താണ് ഇവന് ഈ അവാർഡ് കിട്ടണം. അവാർഡ് കിട്ടിയിട്ട് ആ ലൊക്കേഷനിൽ നിന്ന് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സംഭവം നല്ല കഥയാണ്. സാറിന് പറഞ്ഞില്ല, പല ജീവിതങ്ങളോട് കണക്ട് ആയ കഥയാണ്. ഈ സ്റ്റാർസിനെ കണ്ട് മാത്രം തിയേറ്ററിൽ കയറുന്നവരുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ അതിൽ പൃഥ്വിരാജോ ഒരു ജയസൂര്യൊക്കെ പോലെയുള്ളതാണെങ്കിൽ ഒരു പക്ഷെ അത് റീച്ചായാണ്, അത് അതിൻ്റെ കച്ചവടത്തെ ബാധിക്കത്തില്ല. അങ്ങനെ എന്തുകൊണ്ട് ചിന്തിക്കുന്നു? ഇല്ല, നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നതല്ല. ഇപ്പം ഞാൻ പുതിയൊരു സംവിധായകനാണ്, എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഡേറ്റ് തരാൻ തയ്യാറുള്ള ഒരു ആർട്ടിസ്റ്റ് വേണ്ടേ? അങ്ങനെ നടക്കാനും തയ്യാറല്ല. അല്ല, അതൊക്കെ ഒരു പരിധിയല്ലേ നമുക്ക്. നമ്മൾ എത്ര കൊല്ലമായി സിനിമയിൽ. അപ്പോൾ നമുക്ക് പറ്റുന്ന, പക്ഷെ അത് ഞാൻ മാത്രം എടുക്കുന്ന ഡിസിഷൻ അല്ല, എൻ്റെ പ്രൊഡ്യൂസറും കൂടിയും അതിന് തയ്യാറാണ്. നമുക്ക് വെയിറ്റ് ചെയ്താൽ കുറച്ചുകൂടിയും കാത്തിരുന്നാൽ നമുക്ക് വലിയൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാം. എന്തിനാണ് ഇനി നിന്ന് കാത്തിരിക്കണം, നമുക്കിത് മതി, ഇങ്ങനെയുള്ളവരെ വെച്ച് ചെയ്താൽ മതി എന്ന് തീരുമാനിക്കണ ആർട്ടിസ്റ്റും കൂടിയും അല്ല പ്രൊഡ്യൂസറും കൂടി ഉണ്ടെങ്കിലേ നമുക്കങ്ങനെ സിനിമ ചെയ്യുമ്പോൾ എപ്പോഴും സിനിമ, അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ പറഞ്ഞൊരു കാര്യം, സിനിമ ഒരാളുടെ പരിപാടിയല്ല. മനസ്സിലായി. അതങ്ങനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട. സിനിമ ഒരാൾ വിചാരിച്ചാൽ ഒരു സിനിമ ഉണ്ടാവില്ല. എല്ലാവരും കൂട്ടായ്മ കൊണ്ട് മാത്രമേ ഒരു സിനിമ ഉണ്ടാവുള്ളൂ. ആസ് എ ഡയറക്ടർ ഭയങ്കര സംതൃപ്തി നേടിയ ഒരു പടമാണ് അയാൾ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ ഫസ്റ്റ് തുടങ്ങി എൻ്റെ ഏറ്റവും നല്ല പടം അത് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. ഉള്ളതിലേക്ക് കുറച്ച് നല്ല പടം അതാണെന്ന് തോന്നുന്നു. ഇപ്പോഴും ഉള്ള ഞാൻ ചെയ്ത എല്ലാ സിനിമ, ഇപ്പോൾ ഇന്ദ്രിയം പോലും ഇങ്ങോട്ടുള്ള എല്ലാ സിനിമ എടുത്ത് നോക്കിയാലും എൻ്റെ ഏറ്റവും നല്ല പടം എന്താണെന്ന് വെച്ചാൽ അയാൾ ജീവിച്ചിട്ടുണ്ട്.